ഹലോ നമസ്കാരം. വീഡിയോയിലേക്ക് വിശദമായി കടക്കും മുമ്പ് ഒരു കുറിപ്പ് വായിക്കാം. വ്യക്തിഹത്യ അല്ല, ആശയ സംവാദത്തിന് ജമാഅത്തെ ഇസ്ലാമി തയ്യാറുണ്ടോ എന്ന തലക്കെട്ടിലുള്ളതാണ് കുറിപ്പ്. മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച വേണ്ടത് മതഭരണകൂടമല്ല മതേതര ജനാധിപത്യം എന്ന എൻ്റെ ലേഖനത്തിലും മാതൃഭൂമി ചാനലിൽ നടന്ന ചർച്ചയിലും ഇന്നത്തെ മതഭീകര സംഘടനകൾക്ക് ആശയബലം നൽകുന്നത് ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകനായ അബുൽ അഹ്ല മൗദൂദിയുടെ പുസ്തകങ്ങളാണ് എന്ന് വരികൾ ഉദ്ധരിച്ച് രേഖാമൂലം അവതരിപ്പിച്ചിരുന്നു. ഇത് ജമാഅത്തെ ഇസ്ലാമി സുഹൃത്തുക്കളെ വല്ലാതെ ചൊടിപ്പിച്ചു എന്ന് ഫേസ്ബുക്ക് കമന്റുകളിലെ തെറിവിളികളിൽ നിന്ന് വ്യക്തമാകുന്നു. എത്ര ചൊടിച്ചാലും ആർക്കൊക്കെ അപ്രിയമായാലും ഇതിൻ്റെ പേരിൽ എന്നെ എത്ര വ്യക്തിഹത്യ നടത്തിയാലും ഈ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിക്കുന്നതിൽ നിന്ന് എനിക്ക് പിന്തിരിയാനാവില്ല എന്ന് എൻ്റെ ജമാഅത്തെ ഇസ്ലാമി സുഹൃത്തുക്കളെ അറിയിക്കുന്നു. ഈ കുറിപ്പ് ആരെഴുതിയത് എന്ന് മനസ്സിലായോ? അത് പറയാം. അതിനു മുമ്പ് വി.ഡി. സതീശൻ പറഞ്ഞ ഒരു കാര്യം കൂടി കേൾക്കാം. അവരെ ആ വാദമൊന്നും അവര് ഇല്ല, അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDF-നാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ നിലമ്പൂരിൽ UDF-നെ പിന്തുണച്ച ജമാഅത്തെ ഇസ്ലാമി നിലപാടിനെ ന്യായീകരിക്കുന്ന വി.ഡി. സതീശനെയാണ് നമ്മൾ കണ്ടത്. പണ്ട് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളോട് സതീശന്റെ നിലപാട് ഇതല്ലായിരുന്നു എന്നത് മറ്റൊരു കാര്യം. ഇനി ആദ്യം വായിച്ച ഫേസ്ബുക്ക് കുറിപ്പിലേക്ക് തിരികെ വന്നാൽ 9 വർഷങ്ങൾക്ക് മുമ്പ് 2016 ഒക്ടോബർ 7 എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആദ്യ ഭാഗമാണ് സൂചിപ്പിച്ചത്. ആരാണ് ഈ കുറിപ്പ് എഴുതിയത്? അത് മറ്റാരുമല്ല, നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ്. ആ കുറിപ്പിൽ സൂചിപ്പിച്ചതുപോലെ മാതൃഭൂമി പത്രത്തിൽ വന്ന ലേഖനത്തിന്റെയും മാതൃഭൂമി ചാനലിൽ നടന്ന ചർച്ചയുടെയും ബാക്കി പത്രം എന്ന നിലയിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകളെ അതിരൂക്ഷമായി വിമർശിച്ചുള്ള ഷൗക്കത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അന്ന് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞ നിലപാടിൽ തന്നെയാണോ ആര്യാടൻ ഷൗക്കത്ത് ഇന്നുമുള്ളത്? അങ്ങനെയെങ്കിൽ എങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കാൻ ധാർമ്മികമായി ഷൗക്കത്തിന് കഴിയുന്നു? ഇനി അതല്ല, പഴയ നിലപാടിൽ നിന്ന് ആര്യാടൻ ഷൗക്കത്ത് പിൻവാങ്ങിയോ? അങ്ങനെയെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി മുൻ നിലപാടുകൾ തിരുത്തിയത് കൊണ്ടാണോ? ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ ഏതെങ്കിലും മുൻ നിലപാടുകൾ തിരുത്തിയതായോ മാറ്റിയതായോ നമുക്കാർക്കും അറിയില്ല. ഷൗക്കത്ത് വിമർശിച്ച നിലപാടുകളിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ അങ്ങ് പിന്നോട്ട് പോകാനും കഴിയില്ല. കാരണം അതിൻ്റെ സ്ഥാപകൻ തന്നെ എഴുതി വച്ചിരിക്കുന്ന ആശയങ്ങളാണ് അത്. അപ്പോൾ പിന്നെ ഷൗക്കത്ത് തന്നെ പിൻവാങ്ങിയെന്ന് കരുതേണ്ടി വരും. എന്തായാലും പ്രതിപക്ഷ നേതാവ് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ച സ്ഥിതിക്ക് അത് തള്ളിപ്പറയാൻ ഷൗക്കത്ത് തയ്യാറാകില്ല. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആര്യാടൻ ഷൗക്കത്ത് എന്നും ഉന്നയിച്ചിട്ടുള്ളത്. അത് അങ്ങനെ അങ്ങ് മറക്കാൻ ഷൗക്കത്തിന് പെട്ടെന്ന് കഴിയുമോ? മറുഭാഗത്ത് തങ്ങളുടെ അടിസ്ഥാന ആശയങ്ങളെ തന്നെ എതിർത്ത ഷൗക്കത്തിനോട് എല്ലാം മറന്ന് പൊറുക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിയുമോ? ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾക്കപ്പുറം രാഷ്ട്രീയ മാനങ്ങളുള്ള ചോദ്യങ്ങളാണ് അത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആര്യാടൻ ഷൗക്കത്ത് ഉന്നയിച്ച ആരോപണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മതഭീകര സംഘടനകൾക്ക് ആശയബലം നൽകുന്നത് ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകനായ അബുൽ അഹ്ല മൗദൂദിയുടെ പുസ്തകങ്ങളാണ് എന്നതാണ്. മറ്റൊന്ന്, ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യ മതേതര സംവിധാനത്തെ നിരാകരിക്കുന്നു, പകരം വരേണ്ടത് മതഭരണകൂടമാണെന്ന് വാദിക്കുന്നു. ഈ വിമർശനങ്ങളെല്ലാം ഷൗക്കത്ത് ഉന്നയിച്ചത് മൗദൂദിയുടെ തന്നെ പുസ്തകങ്ങളെ മുൻനിർത്തിയാണ്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉറച്ച ബോധ്യം കൊണ്ടു നടന്നിരുന്ന ഷൗക്കത്ത് അതേ മത ആശയക്കാരുടെ പിന്തുണ സ്വീകരിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്വമാണെന്ന് വിലയിരുത്തേണ്ടി വരും. മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണ നൽകാൻ മുന്നോട്ട് വയ്ക്കുന്ന കാരണങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ അവരുടെ നിലപാടുകളിലെ പൊള്ളത്തരം അറിയാൻ കഴിയും. എന്താണ് അവർ പറയുന്നത്? ജനകീയ പ്രശ്നങ്ങളോടുള്ള ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് ഇടത് സർക്കാരിനെതിരെയും UDF-ന് അനുകൂലമായും നിലപാട് സ്വീകരിക്കാൻ കാരണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി പറയുന്നത്. ജനാധിപത്യത്തെ ആശയപരമായി ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞത് ആരാണ്? ആര്യാടൻ ഷൗക്കത്താണ്. അങ്ങനെ അംഗീകരിക്കാത്ത ജനാധിപത്യത്തിന് വിരുദ്ധമായി ഇടത് സർക്കാർ നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് വെൽഫെയർ പാർട്ടിയുടെ ആരോപണം. അതുകൊണ്ട് ഷൗക്കത്തിന് പിന്തുണ കൊടുക്കുന്നു. രണ്ടു കൂട്ടരും ന്യായീകരിക്കാൻ ഏറെ ബുദ്ധിമുട്ടുന്ന നിലപാടുകളിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത് എന്ന് സാരം.
മറ്റേതൊരു UDF സ്ഥാനാർത്ഥിയെയും പോലെയല്ല ജമാഅത്തെ ഇസ്ലാമിക്ക് ആര്യാടൻ ഷൗക്കത്ത്. അത്രത്തോളം ജമാഅത്തയുടെ നിലപാടുകൾക്കെതിരെ സംസാരിച്ച ആളാണ് ഷൗക്കത്ത്. ഷൗക്കത്തും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ നടന്ന പരസ്യമായ ആരോപണ പ്രത്യാരോപണങ്ങൾ കേരളം കേട്ടതും ഒരുപാട് വായിച്ചതുമാണ്. മാത്രമല്ല, ഷൗക്കത്ത് എഴുതിയതും സംവിധാനം ചെയ്തതുമായ സിനിമകളിലും ജമാഅത്തെ ആശയങ്ങളുടെ അപകടങ്ങൾ അദ്ദേഹം തുറന്നു കാണിച്ചിട്ടുണ്ട്. പാഠമൊന്ന്, ഒരു വിലാപം, ദൈവനാമത്തിൽ തുടങ്ങിയ സിനിമകൾ അതിന് ഉദാഹരണങ്ങളുമാണ്. അതായത് ജമാഅത്തെ ആശയങ്ങൾക്ക് കേരളത്തിൽ വലിയ ഡാമേജ് ഉണ്ടാക്കിയ ആളാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയാം. അങ്ങനെയുള്ള ഷൗക്കത്തിനെ പിന്തുണയ്ക്കുമ്പോൾ വെൽഫെയർ പാർട്ടി മനസ്സിൽ കാണുന്നത് എന്താണ്? കൃത്യമായ അജണ്ടകളുമായി തന്നെയാണ് ഷൗക്കത്തിനുള്ള വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലൊന്ന് അടുത്തു വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFുമായുള്ള സഹകരണമാണ്. മറ്റൊന്ന് UDFിൽ അസോസിയേറ്റ് അംഗത്വമാണ്. അതായത് ഷൗക്കത്തിനുള്ള പിന്തുണ എന്നതിനപ്പുറം UDFിനെ പിണക്കാതെ കൂടെ നിർത്തുക എന്ന തന്ത്രമാണ് ജമാഅത്തെ പയറ്റുന്നത്. ഷൗക്കത്തിന്റെ നിലപാടുകളുടെ പേരിൽ നിലമ്പൂരിൽ UDFിന് പിന്തുണ പ്രഖ്യാപിച്ചില്ല എങ്കിൽ വെൽഫെയർ പാർട്ടിക്ക് അത് വലിയ തിരിച്ചടിയാകും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല. UDFിൽ എങ്ങനെയെങ്കിലും കയറിപ്പറ്റുക എന്ന ലക്ഷ്യവും നടക്കാതെ വരും. അതുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി ഷൗക്കത്ത് ആയിരുന്നിട്ടുകൂടി പിന്തുണ പ്രഖ്യാപിച്ചത്. ഈ പിന്തുണ പ്രഖ്യാപനത്തിൽ മാത്രമേ ഉള്ളൂ ഷൗക്കത്തിന് ജമാഅത്തയുടെ വോട്ടുകൾ കിട്ടില്ല എന്ന് വിലയിരുത്തുന്നവരുണ്ട്. എന്തായാലും 5000-ഓളം വോട്ടുകൾ വെൽഫെയർ പാർട്ടിക്ക് നിലമ്പൂരിൽ ഉണ്ടെന്നാണ് കണക്ക്. ഇതെല്ലാം ഷൗക്കത്തിന് കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ്. അൻവറിലേക്കോ SDP സ്ഥാനാർത്ഥിയിലേക്കോ വോട്ടുകൾ പോകുമെന്നാണ് സൂചന. ഷൗക്കത്തിനെ പിന്തുണച്ച് ചതിക്കാനാണോ വെൽഫെയർ പാർട്ടി നീക്കമെന്ന് സംശയിക്കുന്ന കോൺഗ്രസ് നേതാക്കളുമുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി ഒരു വെടിക്ക് 2 പക്ഷി എന്ന തന്ത്രമാണ് ജമാഅത്തെ ബുദ്ധി കേന്ദ്രങ്ങൾ പ്രയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. ഇത്രയും നാൾ ജമാഅത്തയുടെ ആശയങ്ങളെ ചോദ്യം ചെയ്തയാൾക്ക് പിന്തുണ കൊടുക്കാനുള്ള തീരുമാനം വെൽഫെയർ പാർട്ടിക്ക് ഒരു പരീക്ഷണമാണ്. ഇനിയും ഷൗക്കത്ത് തങ്ങളുടെ നിലപാടുകൾക്കെതിരെ വരാതിരിക്കാനുള്ള നീക്കം കൂടിയാണ്. ഒരുപക്ഷെ വന്നാൽ തന്നെ നിലമ്പൂരിലെ പിന്തുണയുടെ കാര്യം പറഞ്ഞ് വായടപ്പിക്കുകയും ചെയ്യാം. അതായത് ഷൗക്കത്തിനുള്ള ജമാഅത്തയുടെ കുരുക്കാണ് നിലമ്പൂരിൽ കാണുന്ന പിന്തുണ എന്ന് നമ്മൾ മനസ്സിലാക്കണം. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെ സതീശൻ ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ ന്യായീകരിക്കുന്നത് ഇടതുമുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ച PDPയുടെ നിലപാടിനെ ചൂണ്ടിക്കാണിച്ചാണ്. പക്ഷേ PDPയെ പോലെ അല്ല ജമാഅത്തെ ഇസ്ലാമി എന്ന് UDF നേതാക്കൾ സൗകര്യപൂർവ്വം മറക്കുന്നു, അല്ലെങ്കിൽ മറച്ചു പിടിക്കുന്നു. PDP ഒരിക്കലും മതരാഷ്ട്രമെന്ന നിലപാട് മുന്നോട്ട് വെച്ചിട്ടില്ല. ജനാധിപത്യത്തിനെതിരെ അവർ സംസാരിച്ചിട്ടുമില്ല. ആദ്യകാലത്തെ തീവ്ര നിലപാടുകളിൽ നിന്ന് അവർ മാറുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു പാർട്ടിയാണ് PDP. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം PDP ഇടതുമുന്നണിയാണ് പിന്തുണച്ചു വരുന്നത്. രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ എന്നും UDFിന് ഒപ്പവുമാണ്. പക്ഷേ ഷൗക്കത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോഴാണ് അത് കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. എന്തായാലും ഷൗക്കത്തിനെ പിന്തുണയ്ക്കാനുള്ള ജമാഅത്തയുടെ തീരുമാനവും ആ പിന്തുണ സ്വീകരിക്കാനുള്ള ഷൗക്കത്തിന്റെ മൗനാനുവാദവും രാഷ്ട്രീയ കൗതുകങ്ങളാണെന്ന് പറയാം. ഇത്രയും നാൾ എതിർത്ത ആശയത്തിന് മുന്നിൽ ഷൗക്കത്ത് തലകുനിക്കുന്നത് അദ്ദേഹം ഇത്രയും നാൾ ഉയർത്തിപ്പിടിച്ച നിലപാടുകളുടെ കുഴിച്ചുമൂടലാണ്. ഷൗക്കത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടമുണ്ടാക്കുന്നതുമാണ്. നിലപാടുകൾ ഉറക്കെ പ്രഖ്യാപിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന സ്വരാജ് മറുവശത്തുള്ളപ്പോഴാണ് മുൻ നിലപാടുകളിൽ വോട്ടിനു വേണ്ടി ഷൗക്കത്തിന് വെള്ളം ചേർക്കേണ്ടി വരുന്നത്. ഇത് നിലമ്പൂരിലെ നിഷ്പക്ഷ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കും എന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമാകും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ഉപയോഗപ്പെടുത്താം. നന്ദി, നമസ്കാരം.